Hey everyone, welcome to my YouTube channel. സോ ഇന്നിവിടെ ഞാൻ ലീഡ് കോഡിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 2sum എന്ന് പറയുന്ന വളരെ സിമ്പിൾ ഈസി ക്വസ്റ്റ്യൻ, ഈ ഈസി ലേബിൾഡ് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം. സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഗിവൺ ആൻ അറേ ഓഫ് ഇൻറ്റിജേഴ്സ് നംസ് ആൻഡ് ആൻ ഇൻറ്റിജർ ടാർഗറ്റ് റിട്ടേൺ ഇൻഡൈസസ് ഓഫ് ദ two numbers such that they add up to target. You may assume that each input would have exactly one solution and you may not use the same element twice. You can return the answer in any order. So, question എന്ന് പറയുന്നത് രണ്ട് ഇൻപുട്ട് തന്നിട്ടുള്ള രണ്ടെണ്ണം തന്നിട്ടുണ്ട്, ഒരു ലിസ്റ്റും ഒരു ഇൻറ്റിജറും. സോ നംസ് എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ലിസ്റ്റും ഉണ്ട്, ടാർഗറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻറ്റിജറും ഉണ്ട്. നമുക്ക് ഈ രണ്ട് നമ്പറിൻ്റെ ഇപ്പോൾ സംഭവം ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് ഔട്ട്പുട്ട് വരേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ലിസ്റ്റിനകത്ത് രണ്ട് നമ്പേഴ്സ് ഉണ്ട്. രണ്ട് നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അതായത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു 2 എന്ന് പറയുന്നത്, ഈ ലിസ്റ്റിനകത്തുള്ള ഫസ്റ്റ് വാല്യൂ ആൻഡ് സെക്കൻഡ് വാല്യൂ, അതായത് 2 എന്ന് പറയുന്നത് 7 എന്ന് പറയുന്നത് രണ്ട് വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ 2ഉം 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഈ 9 നമുക്ക് കിട്ടും. സോ പക്ഷേ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പൊസിഷൻസ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഈ 2 എന്ന് നിൽക്കുന്ന പൊസിഷൻ 0th പൊസിഷനും 7 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനുമാണ്. സോ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് 0ഉം 1ഉം ആണ് നമുക്കിവിടെ റിട്ടേൺ ചെയ്യേണ്ടത്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഏതോ രണ്ട് നമ്പർ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടാർഗറ്റ് കിട്ടും. അപ്പോൾ ആ രണ്ട് നമ്പറിൻ്റെ പൊസിഷൻസ് നമുക്ക് ലിസ്റ്റായിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യണം. ഈ ഒരു സിമ്പിൾ കൺസെപ്റ്റാണ് ഈ 2sum എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. നമുക്ക് ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. സോ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് സാമ്പിളായിട്ട് എങ്ങനെ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറയാം. അതായത് സപ്പോസ് നമ്മൾ വിചാരിക്കുക, നമ്മൾ ഈ ഒരു ലിസ്റ്റിനെ നമ്മൾ 2 തവണ നമ്മൾ നോക്കണം. അതായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ 2 എന്ന് പറയുന്ന ഒരു പൊസിഷനെ ഫിക്സ് ചെയ്ത് നമുക്ക് പറയാം. അതായത് നമ്മൾ 2 എന്ന് പറയുന്നത് ആദ്യം നമ്മൾ നോക്കി, ദെൻ നമ്മൾ ഈ 2നെ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ബാക്കി എലമെൻറ്റിനെ ഐട്രേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഈ 2നെ നമ്മളിവിടെ വെച്ചു, ദെൻ നമ്മൾ നെക്സ്റ്റ് നമ്പർ 7 നോക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും, ഈ 2 എന്ന് പറയുന്ന നമ്പരും 7 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടാർഗറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ പൊസിഷനും നമ്മളങ്ങ് റിട്ടേൺ ചെയ്യും. സോ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ആദ്യത്തെ ഒരു ഐട്രേഷൻ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ കൺസ്ട്രെയിൻ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10,000 ആണ്. അതായത് 10,000 വാല്യൂസ് ഉണ്ട് ഇതിന്. അപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ സെറ്റ് ഓഫ് നമ്പേഴ്സ് കാണും. അപ്പോൾ ചിലപ്പം ഈ രണ്ട് സ്ഥലത്ത്, അതായത് ഈ ഏറ്റവും ലാസ്റ്റത്തെ 2 സ്ഥലത്തായിരിക്കും നമ്മുടെ ഈ പറയുന്ന 2 നമ്പർ ഉള്ളത്. അപ്പോൾ വരുമ്പോൾ ഇത് ഓരോ ഐട്രേറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഏറ്റവും ലാസ്റ്റ് വരെ പോകണം. സോ ഇത് ലാർജർ ലെങ്ത്തിന് നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓഫ് n സ്ക്വയർ ആണ്. ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി ഇതിന് ഓഫ് 1 ആണ്. അതായത് നമ്മൾ ഈ ലിസ്റ്റിന് നമ്മളൊന്നും ചെയ്യുന്നില്ല. സോ ഇതാണ് നമ്മുടെ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചിൽ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് ലാർജർ ലെങ്ത്തിന് നമുക്ക് ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. സോ നമുക്കിത് എങ്ങനെ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആക്കാം. നമുക്കിതിനെ ഓഫ് n സ്ക്വയറിനെ മാറ്റി നമുക്ക് ഓഫ് n-ലേക്ക് നമുക്കിതിനെ കോംപ്ലക്സിറ്റി മാറ്റാൻ പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡേറ്റ സ്ട്രക്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഹാഷ് ടേബിൾ. അതായത് ഹാഷ് മാപ്പ് എന്നും പറയും. അപ്പോൾ നമുക്ക് ഹാഷ് മാപ്പ് എന്ന് പറഞ്ഞ ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഓഫ് n സ്ക്വയറിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓഫ് n ആക്കാൻ പറ്റും വിത്ത് ദ സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് 1. സ്പേസ് കോംപ്ലക്സിറ്റി എപ്പോഴും ഓഫ് 1 ആയിരിക്കും. കാരണം നമ്മൾ ഈ ലിസ്റ്റിന് നമ്മളൊന്നും ചെയ്യുന്നില്ല. സോ
അപ്പോൾ ഹാഷ് മാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇതിൽ പൈത്തണിൽ ഇതിന് ഡിക്ഷണറിയാണ്. സോ ഇതിന് ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് ആണ് ഈ ഒരു ഹാഷ് മാപ്പ്. സോ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതെല്ലാം നമുക്കൊന്ന് കളയാം. ഓക്കെ. സോ ആദ്യം നമുക്ക് ഇവിടെ ടാർഗറ്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതിന് നമുക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിസ്റ്റ് നമ്മൾ ഒരു തവണ നമ്മൾ എന്തായാലും ഐട്രേറ്റ് ചെയ്യും. അപ്പോൾ ഐട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ നമ്പറിനും നമ്മൾ എടുക്കും. ഈ ഐട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഡെക്സും നമ്പറും അറ്റ് എ ടൈം നമ്മൾ എടുക്കും. അത് ഞാൻ കോഡിൽ കാണിച്ചു തരാം എങ്ങനെയെന്ന്. ആൻഡ് അപ്പോൾ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ ഓരോ ഐട്രേഷനിലും നമ്മളൊരു വാല്യൂ നമ്മൾ എടുക്കും. ആ വാല്യൂ എന്ന് പറയുന്നത് ടാർഗറ്റ്. അതായത് ഇപ്പോഴത്തെ നമ്പർ എടുക്കുകയാണെങ്കിൽ ഈ ടാർഗറ്റിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് നമ്പർ നെഗേറ്റ് ചെയ്യും. അപ്പോൾ നെഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിലാണെങ്കിൽ 7 എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. സോ സിമ്പിൾ കൺസെപ്റ്റാണ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ ടാർഗറ്റിൽ നിന്ന് ഈ ഒരു നമ്പർ നെഗേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കിട്ടുന്ന നമ്പർ, നമുക്ക് കിട്ടുന്ന വാല്യൂ നമുക്ക് ഈ ലിസ്റ്റിൽ എന്തായാലും കാണും. അതായത് ഇപ്പം 9 നിന്ന് നമ്മൾ ഈ 2 നമ്മൾ നെഗറ്റീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 7 കിട്ടും. അതേപോലെ തിരിച്ചും ഈ 9 എന്ന് പറഞ്ഞ ഈ ടാർഗറ്റ് കൊണ്ട് ഈ ഒരു നമ്പർ, അതായത് 7നെ നമ്മൾ നെഗറ്റീവ് ചെയ്യുമ്പോൾ 2 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. സോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡും പിന്നെ ഹാഷ് ടേബിൾ എന്ന് പറഞ്ഞ ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഫോർ ലൂപ്പിൽ നമുക്കിപ്പം ഇൻഡെക്സും നമ്മും നമുക്ക് എടുത്ത്, ഇപ്പം ഞാൻ ഞാൻ കൊടുക്കുന്നില്ല. ഇപ്പോൾ 4 വെച്ച് നമ്മൾ നം എടുത്തു. എന്നിട്ട് നമ്മൾ ഓരോ ഐട്രേഷനിലും നമ്മൾ ആ വാല്യൂ, അതായത് നമ്മൾ ആ നെഗറ്റീവ് ചെയ്യുന്ന വാല്യൂ നമ്മൾ എടുക്കുന്നു. അതായത് ടാർഗറ്റിൽ നിന്ന് ആ ഒരു നമ്പർ നമ്മൾ എടുത്തു. സോ അത് എടുത്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യും. അതായത് ഇപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഡിക്ഷണറി ആണെങ്കിൽ അത് നമ്മൾ ചെക്ക് ചെയ്യും. ഇഫ് ഈ വാല്യൂ ഇൻ ഇൻഡെക്സ്, അതായത് ഈ വാല്യൂ എന്ന് പറയുന്നത് ഈ ഇൻഡെക്സിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സോ ഇൻഡെക്സിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം രണ്ട് നമ്പർ കിട്ടി. അതായത് ഈ 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ ടാർഗറ്റ് എന്ന വാല്യൂ കിട്ടുന്നതിൻ്റെ ആ 2 നമ്പർ കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ ഇൻഡെക്സും കൂടെ നമ്മൾ എടുത്താൽ മതി. ഈ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഡിക്ഷണറി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന രീതി എന്തെന്ന് വെച്ചാൽ, കീ എന്ന് പറയുന്നത് ആ ഒരു നമ്മായിരിക്കും. കീ എന്ന് പറയുന്നത് ഈ ഒരു നമ്പർ, അതായത് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ 2 ഇപ്പോൾ സപ്പോസ് 2 ആണെങ്കിൽ 2 ആണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ ആയിട്ട് ഇതിൻ്റെ ഇൻഡെക്സ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഇവിടെ 0. സോ ഇത് കീ, ഇത് വാല്യൂ. അപ്പോൾ ഇങ്ങനെയായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സോ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഇതായിരിക്കും. നമുക്ക് ഓർഡർ എങ്ങനെയായാലും നമുക്ക് പ്രശ്നമില്ല. സോ നമുക്ക് എങ്ങനെ വേണം നമുക്ക് റിട്ടേൺ ചെയ്യാം. സോ നമ്മളിപ്പം ആദ്യം കൊടുത്തത് ഇവിടെ ഇൻഡെക്സാണ്. ഇൻഡെക്സ് ഓഫ് ഏതാണോ ഈ നമ്പർ, ആ ഒരു നമ്പർ. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു നമ്മാണ്. അതായത് നമ്മ ഇവിടെ കൊടുത്തു. സോറി, നമ്മല്ല, നമ്മൾ വാല്യൂ ആണ് ഇവിടെ കൊടുത്തത്. കാരണം നമ്മൾ വാല്യൂവിൽ ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തത്. അപ്പോൾ ഈ വാല്യൂ ആണ് നമ്മളിവിടെ നോക്കുന്നത്. വാല്യൂ, ദെൻ ഇവിടെ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഈ ഇൻഡെക്സും, കാരണം ഈ ഇൻഡെക്സിൽ നിന്നാണല്ലോ നമ്മളത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ്. ഓക്കെ. സോ ഇനി ഈ നമ്മൾ ചെക്ക് ചെയ്ത കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ വാല്യൂ ഇൻഡെക്സിലുണ്ടോ, ഈ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഡിക്ഷണറിയിൽ ഉണ്ടോ എന്നാണ്. അഥവാ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, കാരണം നമുക്ക് എൽസ് ഇവിടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നം ഉണ്ടല്ലോ, ഈ ഇൻഡെക്സ് ഓഫ്, അതായത് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഡിക്ഷണറിയിൽ നം എന്ന് പറഞ്ഞ കീയിലേക്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഡിക്ഷണറി
നം എന്ന് പറഞ്ഞ കീയിൽ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് ആയിരിക്കണം. ഓക്കെ, ഇതാണ് ഒരു സ്യൂഡോ കോഡ്. ഇതിൻ്റെ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് 2sumൻ്റെ സ്യൂഡോ കോഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെക്കാനിസം, ഈ ഒരു അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്യൂഡോ കോഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കോഡ് എഴുതാൻ പറ്റുന്നത്. ഇതാണ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട്. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓഫ് n ആണ്. കാരണം നമ്മൾ ഒരു തവണ ആ ഒരു ലിസ്റ്റിനെ നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓഫ് n-ഉം സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓഫ് 1 ആണ്. കാരണം നമ്മൾ ഈ ഒരു ലിസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. സോ ഇങ്ങനെയാണ് നമ്മുടെ 2sum എന്ന് പറയുന്ന ക്വസ്റ്റ്യനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട മെത്തേഡ്. നമുക്കിനി കോഡിലേക്ക് നമ്മൾ എഴുതി നോക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പം ആദ്യം നമ്മൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഡിക്ഷണറി നമ്മൾ അസൈൻ ചെയ്യും. ഒരു എംപ്റ്റി ഡിക്ഷണറി ആയിട്ട് നമ്മൾ അസൈൻ ചെയ്യും. പിന്നെ നമ്മൾ ഓരോ എലമെൻറ്റിനും നമ്മൾ ഐട്രേറ്റ് ചെയ്യും. അതായത് 4 എലമെൻറ്റിനെ ഐട്രേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ ഇൻഡെക്സും എടുക്കണം. അപ്പോൾ ഈ ഐ എന്ന് പറയുന്നത് ഇൻഡെക്സും നം എന്ന് പറയുന്ന ആക്ച്വൽ വാല്യൂയും എന്യൂമറേറ്റ് ഫംഗ്ഷനാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. എന്യൂമറേറ്റ് നംസ്. അതായത് നമുക്ക് ഈ എന്യൂമറേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിൻ്റെ നമ്പറിൻ്റെ ആക്ച്വൽ വാല്യൂ, ആക്ച്വൽ എലമെൻറ്റ്സും അതിൻ്റെ ഇൻഡെക്സ് അതിൻ്റെ അപ്രോക്സിമേറ്റ് ഇൻഡെക്സ് നമുക്ക് കിട്ടും. ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഓരോ തവണയും നമുക്ക് ഐട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ വാല്യൂ എന്ന് പറയുന്നത് ടാർഗറ്റിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഈ കിട്ടുന്ന നമ്മിൻ്റെ നെഗേഷൻ, അതായത് ഈ ടാർഗറ്റിൽ നിന്ന് നമ്മ നെഗറ്റീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ അത് ഏതാണ്, ആ ഒരു വാല്യൂലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ദെൻ നമ്മൾ ഇനി ചെക്ക് ചെയ്യും ഇഫ് വാൽ ഇൻ ഇൻഡെക്സ്. ഇപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ ഇൻഡെക്സിലുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യണം. നമ്മൾ ഡയറക്റ്റ്ലി റിട്ടേൺ ചെയ്യാൻ പറ്റും. അതായത് ഒരു ലിസ്റ്റായിട്ട് റിട്ടേൺ ചെയ്യണം. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് ഓഫ് വാൽ ആൻഡ് ഈ ഒരു ഇൻഡെക്സും, ഈ നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻഡെക്സും. കാരണം ഈ ഒരു ഇൻഡെക്സിലാണ് നമുക്ക് ആ നമ്പർ കിട്ടിയത്. പിന്നെ ഈ ഒരു നമ്പറിലാണ് നമുക്ക് ആ വാല്യൂ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത്. ദെൻ ഇനി ഇല്ല, ഇഫ് കണ്ടീഷൻ ഇവിടെ വർക്കായില്ല എന്നാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻഡെക്സിലേക്ക് നമുക്ക് ഈ വാല്യൂ നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഈ നമ്പർ നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഇൻഡെക്സ് ഓഫ് നം ഈക്വൽ ടു ഈ ഇൻഡെക്സ്, അതായത് ഈ കൊടുത്തിട്ടുള്ള ഇൻഡെക്സ്. അതായത് ഈ ഒരു നം കീ ആയിട്ടും ഈ ഒരു ഇൻഡെക്സ് വാല്യൂ ആയിട്ട് നമ്മൾ അസൈൻ ചെയ്തു. ഇതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. ഇനി ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പ്രോബ്ലം വർക്കായി. പക്ഷേ നമുക്ക് അല്ലാതെ നമുക്കൊരു കേസ് എടുക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു നമ്പേഴ്സും കാണില്ല എന്നുള്ളൊരു അവസ്ഥ വരും. അങ്ങനത്തെ അവസ്ഥ വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒരു ഫോർ ലൂപ്പ് വർക്കായി, പക്ഷേ ഈ റിട്ടേൺ വർക്കായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചെയ്യേണ്ടത് അറ്റ് ലാസ്റ്റ് നമുക്ക് ഒന്നും കിട്ടിയില്ല എന്നാണെങ്കിൽ നമുക്കൊരു എംപ്റ്റി ലിസ്റ്റ് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇത് കുറച്ച് നല്ലൊരു അപ്രോച്ചായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് ഓക്കെ, ടെസ്റ്റ് കേസ് പാസ്സായി. ദെൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി നമ്മുടെ കോഡ് സബ്മിറ്റ് ആവും. സോ 0 millisecond നമുക്ക് 100% ബീറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു അപ്രോച്ചിൽ നമുക്ക് 2sum നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മളിതിൽ യൂസ് ചെയ്ത ഡേറ്റ സ്ട്രക്ചർ ഹാഷ് ടേബിൾ അല്ലെങ്കിൽ ഹാഷ് മാപ്പ് എന്ന് പറയും. സോ പൈത്തണിൽ ഇത് ഡിക്ഷണറി ആയിട്ട് ഇൻബിൽഡ് ആയിട്ടുണ്ട്. സോ ഈ ഒരു ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു അപ്രോച്ചിലേക്ക് നമുക്ക് 2sum മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. വല്ല ഡൗട്ട്, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് ഇൻ ദ ചാറ്റ് ബോക്സ്. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.